ആ വത്സല മേഡത്തിനോട് പോയി അന്വേഷിക്കും. അല്ലെങ്കിലും ഞാൻ പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. ഡോക്ടർ ശീതളൻ, നിങ്ങളോട് ഞാൻ OP ഇരിക്കാനല്ലേ പറഞ്ഞേ? അവിടെ വരുന്ന പേഷ്യൻസിന് ECG സ്കാനിങ് ഒക്കെ പറഞ്ഞു കൊടുക്കാനും പറഞ്ഞു. നിങ്ങൾക്ക് എന്താ ഇതൊന്നും മനസ്സിലാവാത്ത? ഞാൻ ഇവിടുത്തെ കാര്യം മാനേജ് ചെയ്തോളാം. എന്ന് ഈ ഹോസ്പിറ്റലിന്റെ മൊത്തം കാര്യം നീ തന്നെ മാനേജ് ചെയ്തോ. എന്താ വിളിച്ചേ? നീന്നോ? നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിലെ MD ആയിട്ടുള്ള എന്നെ മാഡം എന്ന് വേണം വിളിക്കാന്ന്. ഈ മാഡത്തിന്റെ ഭർത്താവ് കൂടിയാണ് ഞാൻ. ദേ, ഈ സ്റ്റാഫിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഇനി എങ്ങാനും എന്നെ നീന്ന് വിളിച്ച ഭർത്താക്കന്മാരായ ഭാര്യമാരോട് കുറച്ച് ബഹുമാനമൊക്കെ വേണം. ഇതിനൊക്കെ ഞാൻ നിനക്ക് വീട്ടിൽ വെച്ച് തരാടി. എന്താ എന്താ പറഞ്ഞേ? വത്സല മാഡം, ആ ICUലെ പേഷ്യന്റ് കീഞ്ഞ് മയ്യത്തായിന്ന്. എപ്പോ? 5 മിനിറ്റ് മുമ്പ്. എന്നിട്ട് താനാ വിവരം ബന്ധുക്കളോട് പറഞ്ഞോ? ആര്, ഞമ്മളോ? ഞമ്മളിത് അത്ര കണ്ടതാ മേഡോ. ഞമ്മള് 2 ദിവസത്തേക്ക് ഓനെ വെന്റിലേറ്ററിലേക്ക് കയറ്റി. ഇതാണ് ആത്മാർത്ഥതയുള്ള ജീവനക്കാരൻ. കണ്ടോ ഡാക്ടറെ? മരിച്ചാളെ വെന്റിലേറ്ററിൽ കയറ്റി പണം പിടുങ്ങുന്ന അത്ര വലിയ മിടുക്കൊന്നുമല്ല. എന്റെ അച്ഛൻ കോടികൾ മുടക്കി ഈ ഹോസ്പിറ്റലിൽ കെട്ടിപ്പൊക്കി തന്നതും തന്നെ എന്റെ തലയിൽ കെട്ടിവെച്ച് തന്നത് എന്തിനാ? പണം ഉണ്ടാക്കാൻ തന്നെയാ. അത് ആവശ്യത്തിന് ഉണ്ടാക്കിയ പോരെ, അല്ലാതെ രോഗികളെ ശുശ്രൂഷിച്ച് എനിക്ക് പുണ്യം നേടണ്ട. വത്സല മാഡം, ആ പേഷ്യന്റ് നമ്മള് വെന്റിലേറ്ററിലേക്ക് മാറ്റി സ്ഥിതിക്ക് ഫാർമസിയിൽ ചെലവാകാതെ കിടക്കുന്ന ഒരുപാട് മരുന്ന് അതൊക്കെ ഞാൻ 30 പേരിലോട്ട് എഴുതി വെച്ചിരിക്കണം. മരിച്ചവനും മരുന്നോ? എന്റെ മൊയ്ത് ഡോക്ടറെ, ഞാൻ എന്റെ ഈ ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്വം മുഴുവൻ നിങ്ങളെ ഏൽപ്പിക്കട്ടെ? അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല മേഡം. ഞാനൊരു സാധാ ഡോക്ടറായിട്ട് നിന്നു. കണ്ട് പഠിക്ക്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ശരിക്കും MBBS പാസ്സായിണ്ടോ? അതെന്താ ഇപ്പൊ ഒരു സംശയം? ഈ മൊയ്ത് ഡോക്ടറൊക്കെ ഉണ്ടാക്കി തരുന്ന കാശിന്റെ 1% പോലും നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റണില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ വത്സല മേഡം, ഒരു കാര്യം പറയാലോ, നിങ്ങളെപ്പോലുള്ള മോനാളിമാർ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ നടത്തുമ്പോഴാണ് ഇന്നെപ്പോലുള്ള ഡോക്ടർമാർക്ക് വർക്ക് ചെയ്യാൻ ഒരു ഇത് കിട്ടുന്നത്. ഡോക്ടർ വേഗം ബൈക്കിൽ ടിപ്പർ ഇടിച്ചതാണ്. ഒരുപാട് ചോര പോയി. മരിച്ചു എന്നാ തോന്നുന്നേ. മരിച്ചു നിങ്ങളാണ് തീരുമാനിക്കില്ല. നിങ്ങളാണ് ഡോക്ടർമാരോ? പിന്നെ നമ്മൾ എന്തിനാ കുപ്പായിട്ട് നിൽക്കണം ഇവിടെ? നമ്മൾ നോക്കൂ, എന്നിട്ട് തീരുമാനിക്കൂ കേട്ടോ. കിടപ്പ് കണ്ടിട്ട് നഷ്ടക്കച്ചവടാന്നാ തോന്നണേ. അല്ല, ജീവണ്ട്. ഏതായാലും ഇപ്പൊ കൊണ്ടുവന്നു നന്നായി. എല്ലാരും ഒന്ന് പുറത്തിറങ്ങി കൊടുക്കി. മൂപ്പർക്ക് ഇതിരി കാട്ടി പൊളിച്ചു കിട്ടട്ടെ. ഒന്ന് പുറത്തിറങ്ങി കൊടുക്കി എല്ലാരും. മാഡം, സംഭവം മയ്യത്തയക്കണ്. ശരിക്കും? എന്നാ പിന്നെ ഇയാളെ നേരെ ന്യൂറോ ICUലേക്ക് കൊണ്ടുപോവാം. അവിടെ 2 ബെഡ് ഒഴിവുണ്ടല്ലോ. ഏറ്റില്ലേ? പിടിച്ചൂടി, പോട്ടെ കൊണ്ട്. അതെ, അല്പം സീരിയസ് ആണ്. 48 മണിക്കൂർ കഴിയാണ്ട് ഒന്നും പറയാൻ പറ്റൂല. പ്രാർത്ഥിച്ചോളി കേട്ടോ. ഇപ്പൊ ആക്സിഡന്റ് ആയി കൊണ്ടുവന്ന പേഷ്യന്റിന്റെ ബന്ധുക്കളാരാ? അതെ, പേഷ്യന്റിന് കഞ്ഞി വേണമെന്ന് പറയണ്ട്, വാങ്ങിക്കൊണ്ട് വന്നത്. രോഗിക്ക് നല്ല ആശ്വാസമുണ്ട്. കുറച്ച് ആപ്പിളും ഓറഞ്ചും ഒക്കെ വേണമെന്ന് പറയണ്ട്, വാങ്ങിക്കൊണ്ട് വന്നത് കേട്ടോ. വരൂ, ഇരിക്കൂ. റിസൾട്ട് കിട്ടിയോ? കിട്ടി. എനിക്ക് എന്തെങ്കിലും രോഗമുണ്ടോ ഡോക്ടറെ? കൊളസ്ട്രോൾ 520, ഷുഗർ 390. നല്ല ജീവിതം പോക്കാം. വേഗം പോയി ECG എടുക്കണം. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഒരു കിഡ്നി പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം. പേടിക്കണ്ട. താനേ ക്യാൻറ്റീനിൽ പോയിട്ട് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് വാ. കുറച്ചുകൂടി രക്തം പരിശോധിക്കാണ്ട്. പോയിട്ട് വരുമ്പോഴേ സിസ്റ്ററെ, പാകത്തിന് ഉപ്പിട്ടിട്ട് ഒരു ഗ്ലാസ് നാരങ്ങ നീര് കിട്ടുമോ? വല്ലാത്ത ക്ഷീണം. ഇവിടെ ഇപ്പൊ ഇതേ ഉള്ളു, വേണോ? വരൂ. ഡോക്ടറെ, വല്ലാത്തൊരു ക്ഷീണം. പരവേശം എന്താ പറ്റിയെന്നറിയില്ല. എന്താ ബുദ്ധിമുട്ട്? എന്താ തോന്നണേ? രാവിലെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ ഈ വയറ്റിന്റെ ഉള്ളിൽ കൂടെ ഒരു കാളിച്ച, അത് ഇങ്ങനെ ഇങ്ങോട്ട് കേറി ഈ ഭാഗത്ത് കൂടെ, എന്നിട്ട് ഈ കയ്യിലേക്ക് ഇങ്ങോട്ട് വന്നു.
പിന്നെ ആകെ കണ്ണിലൊക്കെ ഇരുട്ടടച്ചു. പിന്നെ വിശർക്കൊക്കെ ചെയ്തു. ഏർപ്പുണ്ടായിരുന്നു അല്ലേ? ഏർപ്പുണ്ടായിരുന്നു. എന്താ അസുഖം എന്ന് മനസ്സിലായില്ല. അത് ഈ ഗ്യാസ് മൊത്തത്തിലൊരു ചെക്കപ്പ് വേണ്ടി വരും. വേണ്ടി വരും. പിന്നെ തൽക്കാലം ഒബ്സർവേഷനിൽ നിൽക്കട്ടെ, അതിനിടയ്ക്ക് മറ്റുള്ള ചെക്കപ്പ് ഒക്കെ നമുക്ക് നടത്താം. അപ്പോ ഞാൻ ഇവിടെ നിൽക്കേണ്ടി വരുമോ? നിൽക്കേണ്ട വരും. നിൽക്കേണ്ടി വരും. ചിലപ്പോ 2 ദിവസമെങ്കിലും നിൽക്കേണ്ടി വരും അല്ലേ? നിൽക്കേണ്ടി വരും. അല്ല, ഇവിടെ 2 ദിവസമെങ്കിലും ഇവിടെ താമസിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയി ചെക്കപ്പ് നടത്തിയിട്ട് പോയാൽ പോരെ? അല്ല, ഇത് അത്ര വലിയൊരു പ്രശ്നമുള്ളതല്ല. ചെറിയൊരു ഇത് തോന്നി. പ്രശ്നം നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് വന്നെന്തിനാ നിങ്ങൾ? ഞങ്ങൾ പരിശോധിച്ച് നോക്കട്ടെ. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചാലല്ലേ അറിയുള്ളൂ. അല്ല സാറേ, ഒരു 2-3 ദിവസം നിൽക്കാൻ മാത്രമുള്ള അസുഖമൊന്നും ഇല്ലല്ലോ. അത് എങ്ങനെ നിങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങൾക്ക് അതെല്ലാം അറിയുന്നെങ്കിൽ ഇങ്ങോട്ട് വന്നെന്തിനാ? അച്ഛനൊക്കെ ഉണ്ട്, ഗ്യാസിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അച്ഛന് ഗ്യാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരു ഏജൻസി തുടങ്ങിക്കോ. അല്ലാതെ ഇവിടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ചെക്കപ്പ് നടത്താതെ നിങ്ങളെ വിടാൻ പറ്റില്ല. അതാ. സിസ്റ്ററേ, എന്താ ഇത്? ഇത് ബില്ല്. അപ്പൊ ഇതോ? ബില്ല്. ഇതോ? അതും ബില്ല്. ഞാൻ ഇവിടെ വന്നിട്ട് 2 മണിക്കൂറായിട്ടില്ലേ? അപ്പോഴേക്ക് ഇത്രയും ബില്ലോ? എന്താ വല്ല ഡൗട്ടും ഉണ്ടോ? ഡൗട്ടേ ഉള്ളൂ. ബില്ലിന്റെ കാര്യത്തിലാ. ഇത് നമ്മള് കൊളസ്ട്രോളും ഷുഗറും ചെക്ക് ചെയ്തതിന്റെ അല്ലേ? ഓക്കെ. ഇത് ECG, ഇത് എക്സ്റേയും സ്കാനിങ്ങും. എന്നാ എന്റെ ശവടക്കന്റെ ബില്ലും കൂടി തന്നേക്കും നിങ്ങൾ. സോ സോറി, ഞങ്ങൾ ആ സംവിധാനം ഇവിടെ തുടങ്ങിയിട്ടില്ല. ആവുമ്പോ പറയാം. അധികം വൈകാതെ തുടങ്ങേണ്ടി വരും. എന്റെ മാഷെ, നിങ്ങൾ ഈ ബില്ലൊക്കെ അടയ്ക്കണം, എന്നാലേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ.